ഫലപ്രദമായ പ്രവർത്തനം നമുക്ക് നടത്താനാവണം. ഇവിടെ ജാതി ഉപജാതി വിഭാഗങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വത്വ രാഷ്ട്രീയം തെക്കൻ കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ജാതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വരുന്നില്ലെങ്കിലും ഇവിടെയും വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ചില സംഘടനകൾ തെക്ക് SNDP ഇവിടെ പുതിയ രൂപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വത്വരാഷ്ട്രീയമാണ്. നിങ്ങൾക്കുള്ള ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കണം. വെള്ളം കടക്കാത്ത അറ പോലെ ഓരോ സമുദായത്തെയും ജാതി ഉപജാതി വിഭാഗങ്ങളെയും ഓരോന്നോരോന്നായിട്ട് സംഘടിപ്പിച്ച് അവരെയെല്ലാം വർഗീയമായി ഒന്നിപ്പിക്കുക എന്ന പ്രക്രിയയാണ് RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നുകൂടി ഞാൻ പറയാം. ഓരോരോ ജാതി ഓരോരോ ഉപജാതി വിഭാഗങ്ങളെ ഓരോരോ സ്വത്വ രാഷ്ട്രീയ വിഭാഗങ്ങളായി സംഘടിപ്പിക്കുക എന്നതാണ്. നിങ്ങൾ അപ്പുറം ഇപ്പുറം ചേർക്കേണ്ടതില്ല. വെള്ളം കടക്കാതെ തന്നെ. എന്നിട്ടോ ഈ ഓരോ വിഭാഗത്തെയും വർഗീയമായി യോജിപ്പിക്കുക RSS ആണ്. ആ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫലപ്രദമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, SNDPയുടെ പേരിൽ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം. പക്ഷേ ചാതുവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ പുതിയ ഭരണഘടന പോണമെന്ന RSSന്റെ പ്രത്യശാസ്ത്രത്തോടൊപ്പം നിന്ന് RSS തന്നെ മുൻകൈയെടുത്ത് രൂപപ്പെടുത്തിയ 20 വർഷം മുമ്പ് ആരംഭിച്ച BDJS എന്ന പാർട്ടി, അതിന്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ഇപ്പോഴവസാനം തന്നെ വന്നപ്പോ ഭാര്യയും അതിന്റെ ഭാഗമായിട്ട് മാറി. SNDPയെ മുഴുവൻ അതിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് BDJSും RSSും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴി തുറക്കുകയാണ്. ഇതിനെയെല്ലാം നിശ്ചിതമായിട്ട് എതിർത്തുകൊണ്ടല്ലാതെ, ആശയപരമായിട്ട് നേരിട്ടുകൊണ്ടല്ലാതെ ഞാൻ ഈ പറഞ്ഞ സ്വത്വരാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംഘടിപ്പിക്കുകയും വർഗീയമായി അണിചേർക്കുന്ന പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന RSSന്റെ ഈ അടിത്തറ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയിലുള്ള ജനവിഭാഗങ്ങളുടെ ഒഴിഞ്ഞുപോക്ക് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും.